രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ 2 ബലാത്സംഗ കേസുകളും ഒറ്റ സംഘം അന്വേഷിക്കും. 2 ബലാത്സംഗ കേസുകളും ഒറ്റ സംഘം അന്വേഷിക്കും. AIG പൂങ്കുഴലിയാണ് അന്വേഷണ ചുമതല ഏറ്റിരിക്കുന്നത്. പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് അന്വേഷണം. ഇന്നലെ കൊച്ചിയിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങളുമായി G. ആന്റണിയാണ് ചേരുന്നത്. ആന്റണി, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ 2 ബലാത്സംഗ കേസുകളും ഒരൊറ്റ അന്വേഷണ സംഘം അന്വേഷിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഉദ്യോഗസ്ഥ AIG പൂങ്കുഴലിയാണ് ഈ അന്വേഷണ ചുമതല ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും അന്വേഷണം ഇനി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് കൂടിയാണ്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് ആന്റണി? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ 2 കേസുകളാണ് ഉള്ളത്. ഒന്ന് ആദ്യത്തെ ബലാത്സംഗ കേസും അതുപോലെ തന്നെ നിർബന്ധിത ഭ്രൂണഹത്യ കേസും, അത് പിന്നെ രണ്ടാമത് 23-കാരിയായ പെൺകുട്ടി നൽകിയ ബലാത്സംഗ കേസ്. അങ്ങനെ 2 കേസുകളാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് എതിരെ ഉള്ളത്. അതിൽ ആദ്യത്തെ കേസ് അന്വേഷിക്കുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ്. ഈ രണ്ടാമത്തെ കേസ് അന്വേഷിക്കുന്നത്, അതായത് 23-കാരി നൽകിയ രണ്ടാമത് വന്ന ആ കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് AIG കൂടിയായ G. പൂങ്കുഴലിയാണ്. അങ്ങനെ 2 കേസുകൾ 2 സംഘങ്ങളായാണ് നിലവിൽ അന്വേഷിക്കുന്നത്. അതിപ്പോൾ ഒറ്റ സംഘത്തിന് കീഴിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതായത് ഇനി രണ്ടാമത്തെ കേസ് അന്വേഷിക്കുന്ന G. പൂങ്കുഴലിക്ക് തന്നെ ആദ്യത്തെ കേസും കൈമാറിയിരിക്കുകയാണ്. ആ കേസ് ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ്. രണ്ടാമത്തെ സംഘമായിരിക്കും ഇനി ആദ്യത്തെ കേസും അന്വേഷിക്കുക എന്നുള്ളതാണ്. അതിന് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് തന്നെ ഈ കേസിന് മേൽനോട്ടം വഹിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ, പോലീസ് ആസ്ഥാനത്തിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും ഈ അന്വേഷണം നടക്കുക. നിരീക്ഷണം എപ്പോഴും ഈ കേസിന് മുകളിൽ പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനും ഉണ്ടാകും. G. പൂങ്കുഴലി തന്നെയായിരിക്കും ഇനി ഈ 2 കേസുകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അന്വേഷിക്കുക. ഏതായാലും ഈ കേസുകൾ മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം എന്ന് പറയുന്നത് ഇനിയും സമാനമായ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ മുഖ്യമന്ത്രി അടക്കം അത് പറയുകയും ചെയ്തു. ഏതായാലും ഇത്തരത്തിൽ ചിലരൊക്കെ ഈ പരാതി നൽകാനുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പരാതിയുടെയൊക്കെ രഹസ്യ സ്വഭാവം അടക്കം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒറ്റ സംഘത്തിലേക്ക് ഇപ്പോൾ അന്വേഷണം കൈമാറിയിരിക്കുന്നത്. G. പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരിക്കും ഇനി അന്വേഷണം നടക്കുക. ഏതായാലും മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതായത് ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ചോർന്ന് ലഭിക്കുന്നു. അതായത് ആദ്യത്തെ അന്വേഷണ സംഘത്തിൽ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണ സംഘത്തിൽ നിന്ന് ഈ വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ചോർന്ന് ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് ഈ പോലീസ് സംഘം എത്തുന്നതിന് മുൻപ് തന്നെ ഈ ഒളിവിടങ്ങളിൽ നിന്ന് മാറാൻ കഴിഞ്ഞിരുന്നത് എന്നുള്ള ഒരു ആരോപണമൊക്കെ നേരത്തെ ഉയർന്നിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ഒറ്റ സംഘം തന്നെ അന്വേഷിക്കും. പ്രത്യേകിച്ച് ഹൈക്കോടതിയിലടക്കം ഈ കേസുകൾ 2 നിൽക്കുന്ന ഘട്ടത്തിൽ 2 സംഘമായി ഈ കേസ് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ നിയമ നടപടിയൊക്കെ ബാധിക്കും. ഒരു സംഘത്തിന് കീഴിലാകുമ്പോൾ കൃത്യമായി തന്നെ ആ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനും അന്വേഷണ സംഘത്തിന് കഴിയും. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ G. പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് 2 കേസുകളും കൈമാറിയിരിക്കുന്നത്. 2 കേസുകളും ഇനി G. പൂങ്കുഴലിയായിരിക്കും അന്വേഷിക്കുക. അതിനിടയിലാണ് ഇന്നലെ അഭിഭാഷകനെ കാണാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ കൊച്ചിയിലെത്തിയത്. വടക്കൻ പറവൂരിലെ വീട്ടിലെത്തിയാണ് ഈ കേസിൽ, അതായത് ഹൈക്കോടതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനായി ഹാജരാകുന്നത് രാജീവ് എന്ന അഭിഭാഷകനാണ്. അദ്ദേഹത്തെ വീട്ടിലെത്തി ഇന്നലെ രാത്രി 11 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കാണുകയും ചെയ്തു. തുടർന്ന് പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടം മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 15 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറം ലോകത്തേക്ക് വന്നത്. അതിനുശേഷം പിന്നീട് ഓഫീസിൽ പോയി, അതിനുശേഷം ഫ്ലാറ്റിൽ പോയി, അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടിയാണ് കൊച്ചിയിലെത്തി അഭിഭാഷകനെ കണ്ടത്. നമുക്കറിയാവുന്ന പോലെ ഇനി തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ആദ്യത്തെ കേസിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നലെ കൊച്ചിയിൽ എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നിപ്പോൾ പാലക്കാട് തന്നെ ഉണ്ട്. പാലക്കാട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരും എന്നുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ ഇന്ന് അടൂരിലെ വീട്ടിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. അവിടെ ഇപ്പോൾ പോലീസ് വലിയ സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയാൽ സ്വാഭാവികമായും അവിടെ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട്
തന്നെ അടൂരിലെ വീടിന് മുന്നിലൊക്കെ ഇപ്പോൾ പോലീസ് സംഘം വലിയ ഒരു സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല മാങ്കൂട്ടത്തിനെ നിരീക്ഷിക്കാനായി ഈ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് DGP നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇയാളുടെ ചലനങ്ങളൊക്കെ നിരീക്ഷിക്കാനുള്ള ഒരു നിർദ്ദേശവും നിലവിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീക്കമെടുത്തത് എന്ത് എന്നുള്ള ചോദ്യവും ഇതിൻ്റെ ഭാഗമായി തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സർക്കാർ ഇന്നലെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. ആ അപ്പീലും ഒരുപക്ഷെ ഇന്ന് കോടതി പരിഗണിച്ചേക്കും. ശരി ആന്റണി, വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ 2 ബലാത്സംഗ കേസുകളും ഒറ്റ സംഘം അന്വേഷിക്കും. AIG പൂങ്കുഴലിയാണ് അന്വേഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം. ഇന്നലെ കൊച്ചിയിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. വിവരങ്ങൾ പങ്കുവച്ചത് ആന്റണി ജിസ് ജോർജാണ്.